അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും മാംഗോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും മാംഗോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം സംഘടനയെ കൊണ്ടുപോകുവാൻ നടപ്പിലാക്കാൻ അവരുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയത്നത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ KSSP എന്ന മഹാപ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള പിന്തുണയും സഹകരണവും സഹായവും ഈ കാസർഗോഡ് നിയമനത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ബംഗ്ലാദേശിലെ സന്യാസിമാർക്ക് അവരുടെ ആക്രമിക്കുമ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സുകൾ നമ്മുടെ മനസ്സിന് മുമ്പിലുണ്ട്. അതേ സമയത്ത് മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനത്ത് ദിവസം തോറും പൊരിഞ്ഞു വീഴുന്ന കത്തെറിയുന്ന ജീവശവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദിവാസി മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ പാവപ്പെട്ടവരുടെ മേഖലകളിൽ ഇന്നും അക്രമവും സജ്ജമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുകയാണ്. അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. സാധിക്കുമെങ്കിൽ ശക്തമായ സംഘടന ഉണ്ടായേ മതിയാവൂ. ആ സംഘടനയാണ് KSSP എന്ന് മാതൃസംഘടന ഇപ്പോൾ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായി നമ്മുടെ സംഘടന മാറിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ ഏവരും. ശ്രീ MK ചന്ദ്രശേഖരൻ നായർ ഏത് സമയത്തും പാതിരാത്രിയിലും ഏത് കാര്യങ്ങളും ഉടനെ വിളിച്ചു പറഞ്ഞാൽ ഓടിയെത്തുകയും അത് നടപ്പിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ ചന്ദ്രശേഖർ സാറ് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കു വേണ്ടി സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. അഭിമാനവും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ PC സുരേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. സംശയം ഇല്ലാതില്ല, സത്യമാണത്. പറയുന്ന കാര്യങ്ങൾ വീണ്ടും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ സീതാറാം മാഷ്, ദ്വാരം മാഷ്, അവിടെ നേരത്തെ പ്രസംഗിച്ച ആൾക്കാരൊക്കെ നമ്മുടെ സംഘടനയുടെ പ്രസക്തിയെക്കുറിച്ച് പറയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ ആദ്യ കാലങ്ങളിൽ ഈ സംഘടനയുടെ ശാരദ ടീച്ചറെ മകളത് വെള്ളിക്കോത്തെ സ്ഥലങ്ങളിൽ വളർന്നു വന്ന ആൾക്കാരായിരുന്നു. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞത് അതൊക്കെ പിണറായി വിജയൻ്റെ സംഭാവനയാണ്. സത്യം, ഞാൻ കണ്ടുകൊണ്ട് പറയുന്നതല്ല. എനിക്ക് നേരിട്ട് ഞാൻ ജനിച്ചവിടെ നാട്ടിൽ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. സത്യം, അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ സംഘത്തിലിപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരെക്കാളും കോൺഗ്രസ് അനുഭാവമുള്ള ആൾക്കാരെക്കാളും BJP അനുഭാവമുള്ള, ലീഗ് അനുഭാവങ്ങൾ, അക്ഷരാർത്ഥത്തിൽ CPM അനുഭാവികൾ അടക്കമുള്ള ആൾക്കാർ ഇതിൻ്റെ ശക്തരായ വക്താക്കളാക്കി മാറിയിട്ടുണ്ട് എന്നുള്ള തെളിവിൻ്റെ ഉദാഹരണപ്പെടുത്തലായിട്ടാണ് ഞാൻ അവരെയൊക്കെ കാണുന്നത്. അത്രത്തോളം വെറുക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ ആദ്യകാലങ്ങളിൽ ഈ സമ്മേളനങ്ങളൊക്കെ നമ്മൾ ഒരു 10-15 മിനിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ സംഘടന പിറവി സംബന്ധിച്ച്, ഇതിൻ്റെ പശ്ചാത്തലം സംബന്ധിച്ച്, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ സംഘടനാ രംഗത്ത്, പെൻഷൻ സംഘടനാ രംഗത്ത് ഈ സംഘടന എങ്ങനെ പിറന്നു പോകണോ, ഏത് സാഹചര്യമാണ് അതിലേക്ക് നയിച്ചത് എന്ന് വാദോരാതെ ഞാനും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല. അത് വലിയൊരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് ഒരാമുഖമില്ലാതെ ഈ സമൂഹ മധ്യത്തിൽ വന്നു എന്ന് പറയുന്നത് ആ സംഘടന, ജനം, പെൻഷൻകാർ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകക്ഷി, പ്രതിപക്ഷ കക്ഷി, അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ അടക്കമുള്ള ആൾക്കാർ. ഇപ്പോൾ KSSP എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്ന് പറയണ്ട. പണ്ട് ഇവർക്കൊക്കെ തെറ്റും. KSSP എന്താണിത്? ഇപ്പോൾ യുവിനേക്കാളും ആൾക്കാർ അറിയപ്പെടുന്നത് പത്രക്കാരാണെങ്കിൽ KSSPA. ഇതൊന്നുമില്ല. കാരണം അവർക്ക് വാർത്തകളില്ല, അവർക്ക് പരിപാടികളില്ല. അവർക്ക് സംഘം കുറേ ആൾക്കാരെ ഈ കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പലപ്പോഴും അവർ ചോദിക്കുന്നുണ്ട്, ഒരു സംഘടനയാകുന്ന സമയത്ത് അധ്യക്ഷനോട് ചോദിക്കും, ഉദ്ഘാടകർ ചോദിക്കും, സംഘടനാ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പലരും ചോദിച്ചു, അല്ല സർ, മറ്റെല്ലാ ട്രേഡ് യൂണിയൻ, സർവീസ് സംഘടന, പെൻഷൻ സംഘടനകളൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ സംഘടന രൂപീകരിച്ചതിന് ആരുടെയും സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല, ആനുകൂല്യങ്ങളും പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ശബ്ദമുയർത്തുക, അതിന് ജനാധിപത്യ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു മിനിമം അജണ്ട എങ്കിലും
ഒരു സംഘടന വെച്ച് പുലർത്തുന്നില്ലെങ്കിൽ ഓഡിയൻസ് ചോദിക്കും, എന്തേ നിങ്ങളൊരു പെൻഷൻകാരുടെ വിചാരങ്ങൾ സംരക്ഷിക്കല്ല, മറിച്ച് ഡിമാൻഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കാൻ പോകുന്ന ആൾക്കാരുടെ അവരുടെ കാലിനടിയിലെ മണ്ണുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ സ്ഥിതി ഈ സംസ്ഥാനത്തുണ്ട്. അവിടെയാണ് KSSPയുടെ പ്രത്യേകത. ഞാൻ ഇത്തിരി പറഞ്ഞത് ഒരു പരിചയപ്പെടുത്തലിനെയും ആവശ്യമില്ലാത്ത രീതിയിൽ ആരോടും പറയണ്ട. എത്രയോ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്, രാവും പകലുമായിട്ട് വിവിധ സംഘടനകൾ. ഇനി അന്ന് ഹോസ്റ്റലുകൾ വെച്ചിട്ട് ഞങ്ങളൊരു പരിപാടി നടത്തിയ അവസാനം അവർ ചെയ്യും. എന്തിനേറെ നമ്മുടെ ADM CPM പാർട്ടിക്കാരനാണ്. എന്നിട്ട് ഹതപ്പാക്കിയായ ആ വിധവയുടെ വാക്കുകൾ പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ പീഡിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ദിവ്യക്ക് വേണ്ടി ജയ പാടുന്ന CPMകാർ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോലും സംരക്ഷണം കൊടുക്കാണ്ട്, അവരുടെ വികാരം പോലും അവരുടെ സ്വന്തം ഭർത്താവ് പ്രാണപ്രിയനെ നഷ്ടപ്പെട്ടിട്ട് പോലും ആ കണ്ണീര് കാണാൻ കൂട്ടാക്കാത്ത അറുപിന്തിരിപ്പൻ CPMകാർ ഈ രാജ്യത്ത് എതിരാളികളെ പിന്നെ അങ്ങനെ സ്നേഹിക്കും. എന്നെയും നിങ്ങളും. അതാണ് അവരുടെ പരിപാടി. അങ്ങനെയാണ് അവരുടെ പ്രസ്ഥാനം വളർത്തുന്നത്. ഭീഷണി, അതുപോലെ തന്നെ അതിർത്തി തർക്കം, സഞ്ചാരയോഗ്യമല്ലാത്ത വഴി സഞ്ചാരമില്ലെങ്കിൽ വഴി കൂട്ടി അടക്കൽ, വഴി കൊടുക്കാതിരിക്കൽ, അങ്ങനെ 100 കൂട്ടം പ്രാദേശികമായിട്ട് ഒരു മനുഷ്യനെ ഏത് രീതിയിൽ പീഡിപ്പിക്കാൻ പറ്റൂ, വീർപ്പ് മുട്ടിക്കാൻ പറ്റൂ, ആ രീതിയിൽ പ്രാദേശികമായിട്ട് എത്രയോ അധ്യാപകരെ, NGOമാരെ, പെൻഷൻകാരൊക്കെ ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടാണ് അവർ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത്. വെറുതെ പറയുന്നില്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് നഷ്ടം വന്നിരിക്കുകയാണ്. 1 ലക്ഷത്തിലധികം പെൻഷൻകാർ മരിച്ചു. കുടിശ്ശിക കിട്ടാതെ ആര് കൊടുക്കും? എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഇപ്പൊ മെഡിസിപ്പിന്റെ കാര്യം നമ്മൾ ചേർന്നു, അതിന്റെ കാര്യം പറയാതിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം യോഗം വിളിച്ചു ഗവൺമെന്റ്, ഈ മെഡിസിപ്പ് വേണോ, ഇത് നിർത്താൻ ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ വേണ്ട, ഞങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഷുറൻസ് പോവാം. അപ്പോൾ യൂണിയൻകാരൻ പറഞ്ഞു മെഡിസിപ്പ് വേണം. പക്ഷെ സർക്കാരിൻ്റെ ഒരു കടലാസ് പോയി കഴിഞ്ഞാൽ ജുഡീഷ്യറി ഞാൻ ആക്രമിക്കുന്നതല്ല, ജുഡീഷ്യർക്കും പക്ഷപാതമുണ്ട്. ഇവർ തന്നെ പറയുന്നത് ഭരണഘടനയും ജുഡീഷ്യറിയും കൊട്ടയിലാണ്, ഇതൊക്കെ ചവിട്ടി പൊളിക്കണമെന്ന് പറഞ്ഞ സജി ചെറിയ മന്ത്രി അടക്കം ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനയെ തൊട്ട് പ്രതിജ്ഞ ചെയ്ത അതേ മന്ത്രി വരുന്നു, ഈ ഭരണഘടന ചവറ്റുകൊട്ടയിൽ എറിയപ്പെടേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറഞ്ഞ മന്ത്രി മുങ്കവനും ആ സജി ചെറിയാനും ഇന്ന് മന്ത്രിയായിട്ട് വിലസുന്ന ഒരു രാജ്യമാണിത്. എത്ര ധ്വംസങ്ങൾ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് ഈ സർക്കാരിനെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെയും ജീവിതം അപകടത്തിലാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പായാലും മറ്റു കാര്യങ്ങളിലൊക്കെ UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. CPM അടക്കമുള്ള CPI അടക്കമുള്ള അതുപോലെ തന്നെ മറ്റ് ഭരണകക്ഷിയിൽപ്പെട്ട ആൾക്കാർ പോലും മനസ്സ് മടുത്തുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലായിട്ടാണ് ഈ ഉണ്ണിത്താന്റെ 1 ലക്ഷം ഭൂരിപക്ഷം കണക്കാക്കുന്നത്. അപ്പൊ ജനങ്ങളൊക്കെ വെരി കോൺഷ്യസ് ആണ്. ജനങ്ങൾക്ക് ഉത്കണ്ഠാകൊണ്ടിലാണ്, ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. അവന്റെ വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണം എന്ന് അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. നമ്മൾ 8 വർഷമായിട്ട് സീതാറാമൊക്കെ പറഞ്ഞു, 8 വർഷമായിട്ട് മരവിപ്പിച്ചിട്ടും കാര്യമില്ല. ക്ഷാമാശ്വാസം 3% ഗഡുക്കള് കുടിശ്ശികയായിട്ടും ഒരു പ്രശ്നവുമില്ല. കാരണം അവിടെ ഒന്നും ഒരു മുദ്രാവാക്യം ഉയരുന്നില്ല. NGO വേണ്ട സുഹൃത്തുക്കൾ, ഇവിടെ NGO അസോസിയേഷൻ ആൾക്കാരുണ്ടാവാം, പണ്ടത്തെ KPSന്റെ ആൾക്കാരുണ്ടാവാം. ഞങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ആവർത്തന വിരസമായിട്ട് പറയുന്നില്ല, ഞങ്ങളൊക്കെ 52 ദിവസം സമരം ചെയ്തിന്. ആന്റണി സറണ്ടർ ആനുകൂല്യം മരവിപ്പിച്ച സമയത്ത് 1 കൊല്ലം ക്ഷമിക്കുന്ന പറയുമ്പോൾ പറ്റില്ല, അത് പറ്റില്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. ഇത് UDF കൊണ്ടുവന്ന ഒരു സറണ്ടർ ആനുകൂല്യം മരവിപ്പിക്കുന്നത് ജനാധിപത്യ ധ്വംസമാണെന്ന്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് AK ആന്റണി ഭരിക്കുന്ന സമയത്ത് സമരം കണക്കിലെടുത്തു നോക്ക്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ജനാധിപത്യ സർക്കാരിന്റെ സംഭാവനയാണ്. 5 കൊല്ലം കൂടുമ്പോൾ പെൻഷൻ ഭരിക്കണം, ശമ്പളം പരിഷ്കരിക്കണം എന്ന ഉത്തരവ് അല്ലെങ്കിൽ അത്തരം ഒരു പ്രമാണം ഇവിടെ എഴുതിയുണ്ടാക്കിയത് UDF ആണ്. അത് അട്ടിമറിച്ചില്ലേ പിണറായി വിജയൻ? അട്ടിമറിച്ചു. സറണ്ടർ 4 വർഷമായില്ലത്തെ സറണ്ടർ ആനുകൂല്യം കൊണ്ടുവന്നാല UDF സർക്കാർ. അതുപോലെ പണിമുടക്കിന് ഡേയ്സ്റോം കൊണ്ടുവന്നതാ LDF. കിരാത നിയമങ്ങൾ, കരി നിയമങ്ങളൊക്കെ അവർ കൊണ്ടുവരും. എക്സ്ഗ്രേഷ്യ പെൻഷൻ ആരനുവദിച്ചത്? UDF. കാലാകാല കേന്ദ്രത്തിലെ ക്ഷാമബത്തക്ക് വിലവർദ്ധന അനുസരിച്ച്, വിലസൂചിക്കനുസരിച്ച് ക്ഷാമാശ്വാസം നൽകുന്ന ഏർപ്പാടുണ്ടാക്കിയതാരാ? നമ്മൾ. അച്യുതാനന്ദൻ പറഞ്ഞെന്താണ്?
അങ്ങനെയൊന്നും കൊടുക്കാൻ ഇത് പണ്ടാരം വക സ്വത്തല്ല, നിങ്ങളുടെ തറവാട്ട് വക സ്വത്തല്ല എന്ന് പറഞ്ഞ അത് പിന്തിരിപ്പൻ മുഖ്യമന്ത്രിമാർ നയനാറും അതുപോലത്തെ അച്യുതാനന്ദൻ പറഞ്ഞു അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. തൊഴിലാളികളുടെ അപ്പോസ്തലന്മാർ പറയുക അതുമില്ല. അങ്ങനെ എണ്ണി നിങ്ങൾ നോക്കിക്കോ. അധ്യാപക മേഖലയിൽ അതുപോലത്തെ ഡൈയിങ് ആൻഡ് സ്റ്റഡി എല്ലാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അത് ചോദിക്കാനെങ്കിലും നമുക്ക് ഇടയാക്കിയത് UDF സർക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കാലാകാലം നമ്മളും നിങ്ങളും ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും അവകാശ പോരാട്ടത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ചവിട്ടി മെതിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കൈകൾക്ക് കൂച്ചുവിലങ്ങിടുന്ന ഈ സർക്കാരിനെതിരെ ഒറ്റയ്ക്കെങ്കിലും ശബ്ദിച്ചില്ലെങ്കിൽ ആരും ഇവിടെ പറയാൻ. കർഷക തൊഴിലാളിക്ക് വിലയിടുന്നു അതുമില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ ജീവനക്കാരെ കാര്യം അറിയാം, പെൻഷൻകാരെ അറിയാം. ഒരു കുടുംബത്തിൽ 10 പേരുണ്ടെങ്കിലും ഈ 10 പേരും വിഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആരുടെയും കൂട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ പറഞ്ഞോ, ആരും പറയാനില്ല. വിലക്കയറ്റം എത്രയാണ് നമ്മൾ മേടിക്കും? ആരാ ചോദിക്കണ്ടേ ചോർന്ന കുടിക്കാരൊക്കെ കൊടിയും ചുരുട്ടിക്കൊണ്ട് അവിടെ AKG സെന്ററിൽ പോയി കിടന്നുറങ്ങിയാണ്. ഒരുത്തരുമില്ല. എത്ര മോശപ്പെട്ട അവസ്ഥയിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മളിവിടെ പെൻഷൻകാരെവിടെ, അധ്യാപകരെവിടെ, NGOമാരെവിടെ, സാധാരണക്കാരായ കരാറുകാർക്ക് കൂടിക്കൊടുക്കാനുണ്ട്. ഒരുത്തരും ഉണ്ടാട്ടമില്ല. പഞ്ചമുച്ചമടക്കിക്കൊണ്ട് പിണറായി വിജയന്റെ ചെയ്തികൾക്ക് ജയ പാടുന്ന വൃത്തികെട്ട ആൾക്കാരായിട്ട് എല്ലാവരും മാറിയിട്ടുണ്ട്. ആർക്കും ഒരു മിണ്ടാട്ടമില്ല. പ്രസംഗിക്കുന്നത് കണ്ടില്ലേ നമ്മള്? കരിങ്കൊടി കണ്ടു കഴിഞ്ഞാൽ കരിങ്കൊടി കാണിച്ച ആൾക്കാരെ പൂച്ചട്ടി കൊണ്ടും ലാത്തി കൊണ്ടും അടിച്ച് മർദ്ദിക്കുന്നു. കോടതി പറയുമ്പോൾ പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവമില്ല, അത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. കരിങ്കാരി കരുണാകരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരുണാകരൻ നേരെ എത്ര കരിങ്കൊടി ഉയർത്തി. കരുണാകരനൊക്കെ ചിരിച്ചു തള്ളും, നീ പോടാപ്പില്ലേ, നിന്റെ കരിങ്കൊടി എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എറിയാൻ തിരിച്ചറിയാനും പോയിട്ടില്ല. പോലീസുകാർ ആക്രമിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി ആക്രമിച്ചു, കണ്ണൂരിൽ വെച്ചിട്ട് മുറിഞ്ഞു ചോരയൊലിച്ചു. എത്രയോ രീതിയിൽ അദ്ദേഹം പീഡിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു അതിനൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രി എങ്ങനെയാവണം, എന്താവണം എന്നത് ചരിത്രത്തിന്റെ ആളുകളിൽ എഴുതി ചേർക്കപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്തായിക്കൂടാ, എങ്ങനെ ആയിക്കൂടാ എന്ന ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിൽ എറിയപ്പെട്ട അത് പിന്തിരിപ്പൻ മുഖ്യമന്ത്രി ഈ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. 40 പോലീസ്, പീരങ്കി, പട്ടാളം നടന്നു പോകുന്ന കാണുന്നില്ലേ? ഉമ്മൻചാണ്ടിക്ക് കാറിന്റെ പുറത്തുനിന്ന കൊടി 5000, കൊടി 10,000 നിന്റെ തറവാട്ട് വന്ന കൊടി കൊടുത്തില്ലേ? ഇന്നും ഐക്യരാഷ്ട്രസഭയടക്കം അംഗീകരിച്ച ഇതിൽ ഏറ്റവും സമ്പന്നരായ മുഖ്യമന്ത്രിയായത് എങ്ങനെ? ഈ രീതിയിൽ അദ്ദേഹം പോകുന്നു. നടു റോഡിലൊന്നും നടന്നു പോകാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് മുൻ കാട്ടിലെ മരം തേവരുടെയാണ് വലിയടാ വലി വായിക്ക് തോന്നുന്നത് കോലൊക്കെ പാട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഇതുകൊണ്ട് പറഞ്ഞോട്ടെ. ആ രീതിയിൽ പോകുമ്പോൾ നമ്മുടെ അവകാശങ്ങളും മാന്യങ്ങളും ചവിട്ടി മെതിക്കുന്ന രീതിയിൽ പോകുമ്പോൾ ഒറ്റപ്പെട്ട ശബ്ദമായിട്ടെങ്കിലും നമ്മൾ നിലനിന്നിട്ടില്ലെങ്കിൽ ആരും പറയാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഈ KSSPയെ ഈ രീതിയിൽ നമ്മൾ സമ്മേളനങ്ങൾക്ക് നടന്നു പോകുന്നത്. പലർക്കും ഒരു സംശയമുണ്ട്. ഇന്നലെ ഞാനത് ഞങ്ങളുടെ ജില്ലാ സമ്മേളനമാണ്, പിന്നെ ഞങ്ങളൊരു സ്വതന്ത്ര പരസ്യം, നിങ്ങൾക്ക് എപ്പോഴും സമ്മേളനം അപ്പോഴാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ഒരുപാട് സംഘടനകളിൽ കാലാകാലം വാർഷിക സമ്മേളനം, തെരഞ്ഞെടുപ്പ്, പുതിയ ഭാരവാഹി കണ്ടെത്തൽ, മെമ്പർഷിപ്പ്, സമ്മേളനം, പ്രകടനം അങ്ങനെ നടത്തുന്ന ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന വലിയൊരു പ്രസ്ഥാനമാണ് നിങ്ങൾ. ഞങ്ങളുടെ കണ്ണിൽ യൂത്ത് കോൺഗ്രസിൽ ഇല്ല, കുറ്റം പറയുന്നില്ല. KSUവിന്റെ തെരഞ്ഞെടുപ്പില്ല, മഹിളാ കോൺഗ്രസ് അല്ലെങ്കിൽ നോമിനേഷൻ. നമ്മളൊന്നും ഇല്ലെങ്കിൽ 10-60-80 പേരെ വിളിച്ചു ഇത്ര ആൾക്കാരെ കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ആർക്കും വരാം. സംസ്ഥാന സമ്മേളനം ജനുവരി 40ാം സംസ്ഥാന സമ്മേളനം ജനുവരി 21, 22, 23 തീയതികളിൽ ആലപ്പുഴ വെച്ച് നടക്കും. നമ്മുടെ അടുത്ത 17ാം തീയതി ജില്ലാ കമ്മിറ്റി വെക്കും, നോട്ടീസ് വിതരണം ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ നമ്മുടെ ഈ കാസർഗോഡ് ഇന്ന് കഴിയുന്നതോടുകൂടി ഇനി ഉദുമ നിയോജക മണ്ഡലം സമ്മേളനം മാത്രമേ സർക്കാരിനെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടാനുള്ള ഒരവസരവും പെൻഷൻ KSSP പാഴാക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് മാതൃപ്രസ്ഥാനമായി യോജിച്ചുകൊണ്ട് അവരും കൂടെ നമ്മളോട് കൈകോർത്തുകൊണ്ട് പല പരിപാടികളും ആവിഷ്കരിക്കുന്നത്. വെള്ളരിക്കുണ്ടിൽ വെച്ച് നടക്കുന്ന സമ്മേളനവും ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ടി സമ്മേളനത്തിന്റെ പ്രതീതി ആക്കും
പാർട്ടി ആൾക്കാർ തന്നെ മതിയോ? നമ്മുടെ പാർട്ടി നമ്മുടെ പ്രാണവായു എന്ന് പറഞ്ഞ് യാതൊരു സംശയവുമില്ല ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന അതിമഹത്തായ ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിട്ടുകൊണ്ടുള്ള ഒരു കളിക്ക് നമ്മൾ തയ്യാറല്ല. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോരാട്ടത്തിലൂടെ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൂടെ നേടിയെടുത്ത മഹാരാജ്യത്തിന്റെ ആൾക്കാർ നമ്മളാണ്. അവിടെ BJPക്കും CPMനും യാതൊരു ഇതുമില്ല. ഈ ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ, പിൻഗാമികൾ എന്ന നിലയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലൊരു വെള്ളവും ചേർക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പാർട്ടിയും നമ്മളും പാർട്ടിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഈ സംഘടനയെ മുമ്പോട്ട് നയിക്കാൻ നിങ്ങൾ എല്ലാവരുടെയും കരുത്തും തുണയും സഹകരണവും ഒക്കെ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. വിശ്വസിക്കാതിരുന്നാൽ തന്നെ നമ്മൾ ആരും പറഞ്ഞില്ല. നമ്മളൊരു മന്ത്രി വരുമ്പോൾ ഉടനടി മന്ത്രിയായി സ്റ്റേജിൽ പ്രസംഗിക്കാൻ ആളെ ഉണ്ടാവില്ല. കോൺഗ്രസ് ആണെങ്കിൽ തിരിച്ചു കയറി അവസാനം അധ്യക്ഷന് സീറ്റില്ല. അധ്യക്ഷന് സീറ്റ് കൈയടിക്കേണ്ട തയ്യാറല്ല. അങ്ങനെ അവിടെ സെറ്റപ്പ്. അതുകൊണ്ട് ഇപ്പൊ എപ്പോഴും പറയും DCC പ്രസിഡന്റ് ഇതങ്ങനെ കേസ് കയറി നോക്ക്, അവർ ഈ കസേര ഇടിച്ചു കയറുന്നില്ല. നോട്ടീസിൽ പേരില്ലെന്ന് ഇരിക്കും, ബാക്കി താഴെയിരിക്കും. എന്നിട്ട് ആകാശം ഇടിഞ്ഞു കൂടുക. അവിടെ നിന്ന് പിന്നെ പുഷ്പ സത്യം പറഞ്ഞാല് അഭിനന്ദനാർഹം തന്നെയാണ്. കാരണം കുസുമ ടീച്ചറൊക്കെ ഇവിടുന്ന് പറയുന്ന ഓരോ അക്ഷരവും ഓരോ പദവും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഓടൊപ്പം സഞ്ചരിക്കുകയാണ്. കാരണം ഓരോ കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് കേൾക്കുന്ന ഒരു രംഗം ഞാൻ ഇവിടെ ഇരുന്നിടത്തിന് കണ്ടു. കാരണം അത്രയും നല്ല രീതിയിൽ ഈ സംഘടനയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ സ്ത്രീ സമത്വവാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിക്രമങ്ങളായാലും വിദ്യാഭ്യാസമായാലും ഇപ്പോൾ തൊഴിലവസരങ്ങൾ, അതുപോലെ സംവരണം പോട്ടെ, നമ്മളൊരു വിവാഹ പ്രായം ഉയർത്തൽ, രാത്രി സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ വനിതാ മുഖ്യമന്ത്രി, അതുപോലെ ശബരിമല പ്രവേശം, ഇങ്ങനൊക്കെ ഇന്നത്തെ കേരളത്തിന്റെ സ്ത്രീപക്ഷ വിഷയങ്ങളാണിവ. പക്ഷെ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശൈലജ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടി, പിണറായി വിജയന്റെക്കാളും ഏറ്റവും കൂടുതൽ വോട്ട് നേടി ആ സ്ഥാനത്തേക്ക് വരേണ്ടതായിരുന്നു. പക്ഷെ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ പത്രങ്ങളിൽ ഒരുപാട് വാർത്തകൾ നമുക്ക് വായിക്കാൻ സാധിച്ചു. അതുപോലെ മുന്നിൽ ഗൗരിയമ്മ വരെ ഇത് ആവേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ച വന്നെങ്കിലും അപ്പോഴും ഇത് നടന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാലോ ആ ഒരു ദാസ്യം. അപ്പം വനിതാ മുഖ്യമന്ത്രി ആയാൽ എന്താണ് ഈ വനിതകൾക്ക് കാര്യമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഉത്തരവില്ല. കാരണം നിങ്ങൾ നോക്കും, നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ജയലളിത 14 വർഷം മുഖ്യമന്ത്രിയായി അല്ലേ? ഡൽഹി ശ്രീമതി ഷീല ദീക്ഷിത് 1.5 ദശവർഷക്കാലം എന്താണ് ഈ മുഖ്യമന്ത്രിയായിട്ട് പോയി. അതുപോലെ തന്നെ ഇനി ഇപ്പോൾ നിൽക്കുന്ന വെസ്റ്റ് ബംഗാളിലുള്ള മമതാ ബാനർജി 13 വർഷക്കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ സ്റ്റേറ്റിലൊക്കെ വനിതകൾക്ക് എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, അവരുടെ കാലഘട്ടത്തിൽ എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം അനുഭവിക്കുന്നവർ തന്നെയാണ്. പക്ഷെ 87% സ്ത്രീകളും ഇത് ആരോട് പറയാനോ അഥവാ നിയമസഹായം തേടാനോ തയ്യാറല്ല എന്നുള്ളതാണ്. സർവേകളിൽ നമുക്ക് വായിക്കാനൊക്കെ പറ്റുന്നത് അങ്ങനെയാണ്. കാരണം നമുക്കുണ്ടാകുന്ന വീട്ടിലാണെങ്കിലും മറ്റുള്ളവരെല്ലാം ജോലി സ്ഥലത്താണെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന പീഡനങ്ങളിൽ നമ്മൾ മറ്റൊരാളോട് പറയാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ നിയമസഹായം തേടാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യത്ത് നമുക്കറിയാം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നടക്കുന്ന അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് മേലെ നടക്കുന്ന അതിക്രമങ്ങളിൽ 31.4% അത് ഗാർഹിക പീഡനം തന്നെയാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഇത്രയും വനിതകൾ ഈ ഒരു നിയോജക മണ്ഡലം ഇതിൽ വരികയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ KSSPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നല്ല ഒരു, ഞാൻ നേരത്തെ ഇത് പറഞ്ഞൊരു വാക്കുണ്ട്, ദ ഡേ വെൻ ദ ലേഡി ബിക്കംസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ റിസർവേഷൻ ഷുഡ് ബി അബോളിഷ്ഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഓർക്കണം. പക്ഷെ ചിലപ്പോൾ ആവാം, ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. ഏതായാലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഓരോരാളും പറയുന്നതും ഓരോരാളുടെ ദീർഘവീക്ഷണവും നമ്മൾ കണക്കിലെടുക്കണം. അംബേദ്കറിനെ പറ്റി പറയേണ്ടതല്ലോ. കാരണം
ഒരു ഭരണഘടനയുടെ ശില്പി എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മളൊരു സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ ഒരു 10 ദിവസത്തെ മുമ്പേ ഞാനൊരു പത്രത്തിൽ കണ്ടു. നമ്മളുടെ ബദിയടുക്ക മണ്ഡലത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഈ അണങ്കൂറിലെ ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോകാൻ ഇപ്പോഴത്തെ റോഡ് നിർമ്മാണ സ്റ്റേഷനിലെ അവരുത്തരപുരം മണ്ഡലക്കാരൊക്കെ പോയിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് വേണമെന്ന് പറഞ്ഞതും, അതുപോലെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലമാണെങ്കിൽ നമ്മളുടെ പെടന്നക്കാടുള്ള ആയുർവേദിക് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഒക്കെ കെട്ടിവെച്ച് അവിടെ ഒരാളെയും അവിടെ അഡ്മിറ്റ് ആക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ നിയോജക മണ്ഡലം ഇടപെട്ട് അവിടെയും നമ്മളുടെ സാന്നിധ്യം അറിയിച്ചു. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആയതുകൊണ്ട് മാത്രം അതിനെതിരെ പ്രതികരിക്കാൻ KSSPAക്ക് സാധിച്ചു. അവരുടെ മുറിയിൽ, നമ്മുടെ ബിന്ദു കൃഷ്ണയുടെ മുറിയിൽ അവരുടെ അനുവാദമില്ലാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലീസിനെ വിട്ടതാരാണ്? എന്നിട്ടും അവർ പറയുകയാണ് ഞങ്ങളാണ് സ്ത്രീകളുടെ പക്ഷം, സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത്. ഈ കാപട്യം ഇവിടെ നേരത്തെ അവർ തന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സംസാരിച്ചു. ഇവിടെ വലിയ സമരങ്ങൾ ഒരുപാട് നടന്നു. കരുണാകരനെ കരിങ്കാരി എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ കരിങ്കാരി എന്ന വിളിക്ക് കരുണാകരൻ അർഹനാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ, അല്ലെങ്കിൽ സർക്കാരിലെ മുഴുവൻ ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലൊരു നിയമം കൊണ്ടുവന്നവരാണ്, കരി നിയമം കൊണ്ടുവന്നവരാണ് ഇടതുപക്ഷല്ലേ. കാരണം അവരുടെ ശമ്പളം, അവരുടെ അനുവാദം, സർക്കാരിന്റെ ശമ്പളം, അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയിട്ടില്ല. ഒരു ചരിത്ര സംഭവമായിട്ടത് ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു നിയമം കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോ എല്ലാ അർത്ഥത്തിലും 2002 32 ദിവസം സമരം നടന്നു. അവരും നമ്മൾ പറഞ്ഞു കൊടിയുടെ നിറം നോക്കാതെ ഭരണത്തിനെതിരെ സമരം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും പങ്കെടുത്തു. 32 ദിവസം ഞാൻ ഉൾപ്പെടെയുള്ളവര് കാസർഗോഡ് താലൂക്ക് ഓഫീസിൽ നിന്ന് നമ്മുടെ സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് ജാഥ നടത്തി. വഴിയിൽ ഉടനീളം നമ്മളെ സ്വീകരിക്കുന്ന NGO-കാരുണ്ട് വെള്ളത്തിര. ഓരോ ദിക്കിലും ഓരോ 100 മീറ്റർ കഴിയുമ്പോഴും അവര് കുടിവെള്ളം നമുക്ക് തരികയാണ്. കാരണം സമരം അവര് പുറകിലാണ്. നമ്മളെ കൊണ്ടിട്ട് മുമ്പിലിട്ടിട്ട് അവർ സമരം ചെയ്തു. ആ സമരം ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ഭരണത്തിൽ വന്ന് കേരളത്തിൽ ഇന്ന് വരെ 1975 മുതൽ കരുണാകരൻ നമുക്ക് ഉറപ്പ് അതിൻ്റെ മഹത്വം കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പരമപ്രധാനമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലാ KSSPA വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വേതനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള സമരത്തിലും മാനുഷികമായ നമ്മുടെ വേദനകളും ശാരീരികമായ നമ്മുടെ കഷ്ടപ്പാടുകളും അതുപോലെ മാനസിക ഉല്ലാസനത്തിനൊക്കെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളിലൂടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ കുറേ കാലങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജില്ലാ കമ്മിറ്റി തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് മാനസിക ശാരീരിക ഉല്ലാസത്തിനായി നല്ല രീതിയിലുള്ള ഒരു യാത്രകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമുക്ക് നമ്മുടെ സഹകരണം നമുക്ക് ഉണ്ടായപ്പോൾ ആ പരിപാടി വർഷം തോറും നടത്തി വരുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ സെക്രട്ടറിയെ നമുക്ക് ഇവിടെ കിട്ടിയെന്നത് നമുക്ക് വളരെയധികം ജില്ലാ കമ്മിറ്റി പ്രസിഡൻ്റും ഒക്കെ വളരെ അതിൽ താല്പര്യപൂർവ്വം ഇത് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവർക്കുള്ള ഉല്ലാസത്തോടൊപ്പം ചേരാൻ നമ്മുടെ ജില്ലാ കമ്മിറ്റി തയ്യാറാവുന്നു. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സാംസ്കാരിക മേഖല ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ജില്ലയിൽ ഒരു സാംസ്കാരിക സംഘടന നാം അനുവർത്തിച്ചു പോകുന്ന രാഷ്ട്രീയ ചിന്തകൾക്ക് ഒരു സംഘടന നമുക്ക് ആവശ്യമുണ്ട് എന്ന്. ഏതായാലും ഈ ഭരിക്കുന്ന ഈ ഗവൺമെന്റിന് എതിരെ സംസാരിക്കണമെങ്കിൽ നമ്മുടെ ഈ സംഘടന മാത്രമേ ഇന്നുള്ളൂ. നമ്മുടെ മറ്റ് സംഘടനകളൊക്കെ ഇന്ന് ഈ ഭരണ അനുകൂല സംഘടനകളൊക്കെ അവർ ഇന്ന് ഈ ഗവൺമെന്റിന്റെ അടിമകളായിട്ടാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഒരു ശബ്ദം പോലും അവർക്ക് ഈ ഗവൺമെന്റിനെതിരെ സംസാരിക്കാനുള്ള ചങ്കൂറ്റമോ ധൈര്യമോ ഇല്ല എന്നതാണ് ഇതിന് കാരണം. പിണറായി ഇങ്ങനെ നോക്കിയാൽ മതി, അവർ അവിടെ തന്നെ ഇരിക്കും, അവരെ കൈ പൊങ്ങൂല. 7-8 വർഷമായിട്ട് അവരെ കൈ തളർന്നു കിടക്കുകയാണിന്ന്. പക്ഷേ നമ്മളെ കൈ ഇന്നും ഇങ്ങനെ മുസ്ലിം അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് പോരാടാനും നമ്മൾ കൈ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതായാലും നമുക്ക് കിട്ടേണ്ടതായ ആനുകൂല്യം ഇനി കിട്ടൂല എന്നില്ല, ആ ഒരു ബേജാറോ സംശയമൊന്നും നമുക്ക് വേണ്ട. ഭാവിയിൽ നമ്മുടെ ഈ സംഘടന, ഇതിന്റെ മാതൃസംഘടനയായ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് വരും. അന്ന് നമുക്ക് ഒരു നല്ല ഇന്ന് ബാക്കിയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിലും സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് KSSP. PC ಸುರೇಂದ್ರನಾಯಕರೇ ಹಾಗೂ ವೇದಿಕೆಯಲ್ಲಿರುವ ಜಿಲ್ಲಾ ಸಂಸ್ಥಾನ KSSPಯ ಗಣ್ಯರೇ, ಸಭೆಯ ಮುಂದಿರುವ KSSPಯ ಮಹನೀಯರೇ, ಇವತ್ತು ಈ ಕಾಸರಗೋಡಿನ ನಿಯೋಜಕ ಮಂಡಲದ ವಾರ್ಷಿಕ ಸಮಾವೇಶವು ಇವತ್ತು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೆದು ಬಂದಿದೆ. ಈ ಸಮಾರಂಭವು ಮಂಡಲದಿಂದ ತೊಡಗಿ ಈಗ ಈ ನಿಯೋಜಕ ಮಂಡಲಕ್ಕೆ ಬಂದಿದೆ. ಅದು ಇಷ್ಟು ಅಚ್ಚುಕಟ್ಟಾಗಿ ಇವರು ನಮ್ಮ ಚಂದ್ರಶೇಖರ ಮಾಸ್ಟರ್ ಮತ್ತು ಶ್ರೀ ಮಲ್ಲ ಸೀತಾರಾಮ ಮಾಸ್ಟರ್ ಅವರ ಬಂದಿದೆ. ಇದಕ್ಕೆ ಮಂಜೇಶ್ವರ ಕಮಿಟಿ ವತಿಯಿಂದ ನಾನು ತುಂಬು ಹೃದಯದ ಧನ್ಯವಾದವನ್ನು ಹಾಗೂ KSSPയുടെ കരുത്ത് നമ്മൾക്ക് ദിവസം പ്രതി ചാനലിലും പിന്നെ വാർത്തയിലും നിരവധി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണെന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സംഘടനയിൽ ഇനിയും മുമ്പോട്ട് നമ്മുടെ പുതിയ അതിഥികൾ ഇവിടെ ഓരോ മെമ്പർമാരും ഉണ്ട്. അവരെ ആദ്യമായി നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ ഇത്രയും ഈ സമ്മേളനത്തിൽ പല വിഷമങ്ങളും എല്ലാവർക്കും ഉണ്ട്. എനിക്കാണെങ്കിലുണ്ട്. എനിക്ക് ആദ്യമായി ഇന്നലെ എത്താൻ പറ്റാത്തതിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടാണ് അവർ ദൂർത്തടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. എന്നും നമുക്ക് ശക്തി പകരുന്നതിനെ നമ്മുടെ മുൻ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും നമ്മുടെ ഓരോ കാര്യങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ നമുക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി DA ആയാലും എല്ലാ കാര്യങ്ങളായാലും തന്നുകൊണ്ടിരുന്നതാണ്. അതൊന്നും ഇല്ലാതെ തരാതെ ഈ മുഖ്യമന്ത്രി ദൂർത്തടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമുക്ക് ഇനിയും മുമ്പോട്ട് ഈ സംഘടനയ്ക്ക് അതിനെതിരെ പ്രതികരിക്കാൻ ശക്തി തരണം എന്ന് മാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും. അതുപോലെ ചന്ദ്രശേഖരൻ സാറ്, മോഹൻദൻ സാറ്, ശ്രീധരൻ സാറ്, ഇവരെല്ലാം എൻ്റെ പ്രവർത്തനങ്ങളായിട്ടാണ് നമുക്ക് ഇവിടെ ഇത്രയധികം മെമ്പർമാരെ കിട്ടാനുള്ള സാധ്യതയുണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ നേതാവായ പണ്ടത്തമാരൊന്നും പാടാങ്ങില്ല, ഓരോന്നിനും മറന്നു പോകുന്നത്. എന്നാലും കഴിവിന്റെ അനുസരിച്ചിട്ട് പാടും. എങ്ങോട്ടാണ് ഈ തിടുക്കം? മിന്നാമിനുങ്ങി എങ്ങോട്ടാണ് നീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? മുട്ടിനു ഞാനും വന്നോട്ടേ. മിന്നാമിനുങ്ങി മഴയത്തും വെയിലത്തും പോകരുതേ, നീ നാടി അത്തം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ, നീ നാടിന്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന
രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ നമ്മുടെ ഭാരവാഹികളെ നിർണ്ണയിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഈ പുതിയ ഭാരവാഹികൾക്ക് അടുത്തൊരു വർഷം വളരെ നല്ല രീതിയിൽ നമ്മുടെ നിയോജകമണ്ഡലത്തെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം റെഡിയായിട്ടുണ്ട്. ഈ പരിപാടി വളരെ ഭംഗിയാക്കി തീർത്ത നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും അതോടൊപ്പം ഈ ചടങ്ങ് ഭംഗീരമാക്കിയ എല്ലാ KSSPA മെമ്പർമാർക്കും ഈ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അധ്യാപക പ്രസ്ഥാനത്തിലൂടെ अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि गौर कांग्रेस हिंद की आवाज है। अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि गौर कांग्रेस हिंद की आवाज है। अदानी ഞങ്ങൾ സൗഭാഗ്യം രാഹുൽ എന്ന മഹാഭാഗ്യം അതിൽ പരം ഇനിയൊരു കാര്യം അർഹിക്കുന്നില്ല തുസാരം ഉनको दिखाई और साथ चलो ना उनको दिखाई और साथ चलो ना बस उन्हीं को वोट डाले बढ़ता हिंदुस्तान है मरेगा बनी न दिला मरेगा बन सगला ये सबसे निराले बढ़ता हिंदुस्तान है वयनाड हिंद की आवाज है। अदानी ഞങ്ങൾ സൗഭാഗ്യം രാഹുൽ എന്ന മഹാഭാഗ്യം അതിൽ പരം ഇനിയൊരു കാര്യം അർഹിക്കുന്നില്ല തുസാരം उनको दिखाई और साथ चलो ना उनको दिखाई और साथ चलो ना बस उन्हीं को वोट डाले मुल्क अपना खुद बचाए बढ़ता हिंदुस्तान है क्योंकि ये सबसे निराले अदानी ഞങ്ങൾ സൗഭാഗ്യം വയനാട് മഹാഭാഗ്യം അതിൽ പരം ഇനിയൊരു കാര്യം അർഹിക്കുന്നില്ല തുസാരം उनको दिखाई और साथ चलो ना उनको दिखाई और साथ चलो ना बस उन्हीं को वोट डाले मुल्क अपना खुद बचाए मरेगा बन नगला मरेगा बन सगला ये सबसे निराले ओ राहुल जी आए वयनाड जागे अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि गौर कांग्रेस हिंद की आवाज है। अब तरक्की की तरफ बढ़ता हिंदुस्तान है क्योंकि गौर कांग्रेस हिंद की आवाज है। अदानी ഞങ്ങൾ സൗഭാഗ്യം രാഹുൽ എന്ന മഹാഭാഗ്യം അതിൽ പരം ഇനിയൊരു കാര്യം അർഹിക്കുന്നില്ല തുസാരം उनको दिखाई और साथ चलो ना उनको दिखाई और साथ चलो ना बस उन्हीं को वोट डाले मुल्क अपना खुद बचाए मरेगा बन नगला मरेगा बन सगला ये सबसे निराले ओ राहुल जी आए वयनाड जागे മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന്
ഉപയോഗിച്ചതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.